എൻ്റെ പേര് വന്നിട്ട് ജോജി എന്നാണ്. സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം പോത്തങ്കോടാണ്. അപ്പോൾ നമ്മളോട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോർഡിങ് ചെയ്യുന്നുണ്ട്, ഗ്രൂമിങ്, പിന്നെ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഫീമെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. മെയിലുണ്ടായിരുന്നു, മെയിലിനെ ഇപ്പം എല്ലാം നിർത്തി. ഇപ്പോൾ ഫീമെയിലിൻ്റെ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ലിറ്റർ എടുക്കാനുള്ള ആ രീതിയിൽ ഫീമെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന ഫീമെയിലാണിത്. ഇവിടെ പേര് വന്നിട്ട് ഇവയാണ്. ബ്രീഡ് ഫ്രഞ്ച് മസ്റ്റിഫ്. പിന്നെ ബ്രീഡിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഈ സൈസും ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പൊതുവേ ക്യാരക്ടറെല്ലാം പാവമാണ്, നല്ല സൈലൻ്റാണ് ക്യാരക്ടറെല്ലാം. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാര്യം പൊതുവേ ക്യാരക്ടർ നല്ല സൈലൻ്റാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം അത്യാവശ്യം ഉണ്ട്. കണിയാവരം ആ സൈഡ് കിടപ്പുണ്ട്. അവിടെ ഒരു 3 മെയിലുണ്ട്. അപ്പോൾ അവിടെ വിട്ടാൽ മാറ്റി വയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് നമ്മളവിടെ തന്നെ ട്രിവാൻഡ്രം കഴക്കൂട്ടം അവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ പറയുമ്പോൾ ഇവള് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാവരെയും എന്ന് പറയുമ്പോൾ നമ്മളല്ലാണ്ട് ഈ രാത്രി നമ്മളൊന്ന് ഗേറ്റ് തുറന്നു കഴിഞ്ഞാലോ കഥ തുറന്നു കഴിഞ്ഞാലോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ വേറെ ആര് വന്നു കഴിഞ്ഞാലും എല്ലാവരും അങ്ങോട്ട് കുരവടങ്ങും. കാര്യം നമ്മളെ ഈ ലൊക്കാലിറ്റിയിൽ ഡോഗ് ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കാര്യം ബാക്കിലോട്ടായോണ്ടേ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളല്ലാണ്ട് വേറെ ആരും ഒന്ന് ഗേറ്റ് തുറക്കുകയോ കഥ തുറക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുര തുടങ്ങും. ഇപ്പോൾ നമ്മളിന് ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം രാവിലെ കെനഗിരിക്കാണ് കൊടുക്കുന്നത്. പിന്നെ വൈകിട്ട് ചിക്കനും ചോറാണ് കൊടുക്കുന്നത്. ഗാർഡിങ് എന്ന് പറഞ്ഞാൽ ഗാർഡിങ്ങിന് നല്ല ഡോഗാണ് കേട്ടോ. അത് കാര്യം ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആര് വന്നാലും കുഴപ്പം. എല്ലാ ഡോഗ്സും അതേപോലെ തന്നെ, ഇവളല്ല എല്ലാ ഡോഗ്സും അതേപോലെയാണ്. പക്ഷേ നമ്മളില്ലാ ടൈമിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവളുൾപ്പെടെ എല്ലാവരും അഗ്രഷൻ കാണിക്കും. ഇവളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലിറ്റർ കഴിഞ്ഞു 7 പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത ഓൺ ഹീറ്റാണ്. അപ്പോൾ നാളെ എന്തെങ്കിലും പോയി മാറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. പപ്പീസിന് പൊതുവെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗണിലെ കഴിഞ്ഞപ്പോഴേ അവിടെ ഡള്ളായിട്ട് നിൽക്കുക ഡോഗ്സിൻ്റെ എല്ലാം. അപ്പോൾ ഇവിടെ പപ്പീസിനൊരു 25 ആ റേറ്റ് ഉണ്ടായിരുന്നു. ആ റേറ്റിനെല്ലാം കൊടുത്തേ സ്റ്റേ ആയി കഴിഞ്ഞു. പക്ഷേ അതിൽ മസ്റ്റിഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മസ്റ്റിഫിൽ വരുന്നുണ്ടെങ്കിൽ ഇവരും വരും, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ് സ്റ്റേ ചെയ്യുന്ന ഒരു ഇതുമില്ല. കാര്യം നോക്കുന്നവരുമുണ്ട്. പിന്നെ സ്റ്റേ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർ കൊണ്ട് അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ ചെറിയ പപ്പി നമ്മൾ എടുത്ത് വളർത്തി കഴിഞ്ഞാലും അവരെ വളർത്തും പോലെ ഇരിക്കും കേട്ടോ. റോട്ടായാലും എല്ലാം എന്ന് പറയുമ്പോൾ ആരെയും കാണിക്കാതെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ബന്ധമില്ലല്ലോ. ആ രീതിയിൽ വരുമ്പോൾ എല്ലാവരും അഗ്രഷൻ കാണിക്കും. 2 വർഷമായപ്പോഴാണ് ബ്രീഡിങ്ങിലോട്ട് മാത്രം തിരിഞ്ഞ്. കാര്യം ഇതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡായി കിടക്കുന്ന ഡോഗും അഡോപ്ഷൻ അത് മാത്രം എടുത്ത് വളർത്തി ആയിരിക്കും കൊടുത്തുകൊണ്ട് നിന്ന ഞാൻ വേറെ പയ്യനോടുണ്ടായിരുന്നു, വേറെ എൻ്റെ കൂട്ടുകാരനോടുണ്ടായിരുന്നു. അപ്പോൾ അഡോപ്ഷൻ അങ്ങനെ കൊടുക്കുന്നതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ബ്രീഡിങ്ങിലോട്ട് മാത്രം തിരിഞ്ഞത്. സന്തോഷമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു അതേപോലെ തന്നെ സ്നേഹിക്കും. ഇവളെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഒരു 4 മാസമാകും. എനിക്ക് അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ലാബിനെ ഫീമെയിലിനെ എടുക്കാൻ പോയപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഇവള്. അപ്പോൾ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ റോട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഈ സൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആള് സൈലൻ്റാണ്, വേറെ പ്രശ്നവും അങ്ങനെ ഒന്നുമില്ല. എൻ്റെ പേര് മിൽട്ടൺ. യൂറോപ്യൻ ഡോബർമാനാണ്. ഹെൽഗ എന്നാണ്. ആളിക്കൂട്ടാണ്. വേറെ വയലൻസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രണ്ട്ലിയാണ്. വേറെ പുറത്തുനിന്നുള്ള ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വിടൂല, കടിക്കും. ഇപ്പം നമ്മളിരിക്കണോണ്ട് ഇരിക്കുന്നില്ല, പൊതുവേ കടിക്കും. ഫസ്റ്റ് ആര് വന്നാലും കുറയ്ക്കുന്ന ഇതാണ്. മൊത്തത്തിൽ 2 ലിറ്ററായി. ഇപ്പോൾ 2ാമത്തെ ലിറ്ററിൽ 10 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരെയും കൊടുത്ത് സെയിലായി. അപ്പോൾ പിന്നെ അടുത്ത ഹീറ്റാവാൻ സമയമായി. എല്ലാവരുമായിട്ടും ആൾ നല്ല സ്നേഹത്തിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ വയലൻ്റ് ആയിരിക്കും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മോളെടുത്തായാലും ഒരു കുഴപ്പമില്ല, ഇരിക്കും.
അത് പിടിച്ചുകൊണ്ട് നടന്നാലും നടക്കും, കൂടെ പോകും, വേറെ ഒരു കുഴപ്പമില്ല. ഇത് ഡോവർമാനിൽ തന്നെ 2-3 ഇനം ഉണ്ട്. ഇത് യൂറോപ്യൻ ഡോവർമാനാണ്. ഇതാണ് നമുക്ക് കംഫർട്ടായിട്ട് തോന്നിയതാണ്. ഡെയിലി ഒരു നേരം ഇത് ഫുഡ് കനയും ഗ്രീക്കാണ് കൊടുക്കുന്നത്. നമ്മൾക്ക് ആരെയും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ധൈര്യം. ഞാൻ കാണില്ല, ഞാൻ 15 ദിവസം ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇമാരുള്ളതുകൊണ്ട് പിന്നെ നമുക്കൊരു വിട്ട് കഴിഞ്ഞാലും പിന്നെ പുറത്തുനിന്ന് ആരും വന്ന് കയറില്ല. അവിടെ കള്ളന്മാരെ പേടിക്കണ്ട, ഒന്നും വേണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇത് ആൾ ഫുൾ ടൈം ഓണായിരിക്കും. ബാക്കി എല്ലാ ഡോഗും കിടന്നുറങ്ങിയാലും ആളെപ്പോഴും ഓണായിരിക്കും, ഫുൾ ടൈം 24 മണിക്കൂർ. ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും ഫസ്റ്റ് പറയുന്ന ഇതായിരിക്കും. പിന്നെ അഴിച്ചു വിട്ടാലും ഫുള്ള് കറങ്ങും, വാച്ചിങ്. അതായത് ഗാർഡിങ് പർപ്പസിന് നമുക്ക് പറ്റിയ ഡോഗാണ്. ഇത് നമ്മളെ പാഷനാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട്, അല്ല ബ്രീഡിങ് അങ്ങനെ ഒരു മൈൻഡിലല്ല. പിന്നെ അത് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇതെല്ലാം നമ്മളെ പാഷനാണ്. ഇപ്പോൾ നമുക്കിവിടെ തന്നെ ഇപ്പോൾ ഒരു 7-8 ഡോഗ് അടുപ്പിച്ചുണ്ട്, എല്ലാം കൂടെ ബീഗിള് എല്ലാം ഉണ്ട്. ബീഗിള്, ജർമ്മൻ ഷെപ്പേർഡ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം മാറ്റി. ഇപ്പോൾ പിന്നെ ഇത് നമ്മളെ പാഷനാണല്ല, കച്ചവടം എന്നുള്ള ആ ഒരു മൈൻഡിലല്ല നമ്മൾ നോക്കുന്നത്.